നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള അവസാന സന്നാഹ മത്സരത്തിൽ സ്പെയിനിന് തകർപ്പൻ ചെയ്യും പെറുവിനെ 3-1 പരാജയപ്പെടുത്തിയപ്പോൾ പെഡ്രി ഗോളടിച്ചു. കൂടാതെ അസിസ്റ്റുകൾ കുബാർസിയും അതുപോലെ തന്നെ ഫെറാനും അസിസ്റ്റും കൊടുത്തു. അതാണ് ബാഴ്സമയം എന്ന് പറയുന്നത്. ടീം മൊത്തം ബാഴ്സമയമായിരുന്നു എന്നല്ല, വളരെ നിർണായകമായിട്ടുള്ള ഇടപെടൽ ബാഴ്സ താരങ്ങളിൽ നിന്ന് വന്നു. ടീമിൽ ആദ്യ 11 ടോഡസും ഒയർസബാലും പെയിനയും ചേർന്നുകൊണ്ട് മുന്നേറ്റങ്ങൾ നയിച്ചു. റൂയിസും പെഡ്രിയും റോഡ്രിയും മധ്യനിരയിലുണ്ടായിരുന്നു. കുക്കറയും ലാപോർട്ടും കുബാർസിയും ലൊറൻറ്റും ചേർന്നുകൊണ്ടുള്ള ഡിഫൻസ്, സിമോന് വലകാത്തുകൊണ്ട്. ഇതാണ് ആദ്യ 11 ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും സ്പെയിന് തന്നെയായിരുന്നു ആധിപത്യം. കളിയുടെ തുടക്കത്തിൽ തന്നെ അവർ ലീഡെടുത്തു. കുബാർസിയുടെ അസിസ്റ്റിൽ നിന്നാണ് ഒയർസബാലിൻ്റെ ഗോൾ 2ാമത്തെ മിനിറ്റിൽ പിറക്കുന്നത്. മത്സരം പുരോഗമിക്കുക 32ാമത്തെ മിനിറ്റിൽ 2ാമത്തെ ഗോൾ വന്നു. ഫെറാൻ്റെ അസിസ്റ്റിൽ നിന്ന് പെഡ്രിയുടെ ഗോൾ, ഒരു സർവം ബാഴ്സമയം എന്ന രൂപത്തിൽ പിറന്ന ഗോളാണത്. ഇടവേള സമയത്ത് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് സ്പെയിന് മുന്നിലായിരുന്നു. 2ാം പകുതിയിൽ പിന്നെ പെറു താരത്തിൻ്റെ ഓൺ ഗോൾ കൂടി 53ാമത്തെ മിനിറ്റിൽ വന്നതോടെ അവർ കളി ഉറപ്പിച്ചു. അവസാനം ജെയ്റോ വെലസിലൂടെ 66ാമത്തെ മിനിറ്റിൽ പെറു ഒരു ഗോൾ മടക്കി. എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു വിജയത്തോടുകൂടി സന്നാഹ മത്സരം അവസാനിപ്പിച്ചിരിക്കുകയാണ് സ്പെയിന്. ഇനി വേൾഡ് കപ്പിനുള്ള ആദ്യ മത്സരത്തിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ആദ്യ മത്സരം അത്ര ശക്തരായിട്ടുള്ള എതിരാളികളോടല്ല, അതുകൊണ്ട് തന്നെ അതും അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രാക്ടീസ് പോലെ എടുക്കാവുന്നതാണ്. കേപ്പ് വെർദെയാണ് അവരുടെ ആദ്യ എതിരാളികൾ. ഗ്രൂപ്പ് എച്ചിൽ ജൂൺ 15 രാത്രി ഇന്ത്യൻ സമയം 9:30 അവർ കേപ്പ് വെർദെയുമായിട്ട് ആദ്യ മത്സരം കളിക്കും. 2ാം മത്സരവും അത്ര ശക്തരോടല്ല. ജൂൺ 21 രാത്രി ഇന്ത്യൻ സമയം 9:30 സൗദി അറേബ്യക്കെതിരെയാണ് 2ാമത്തെ കളി. 3ാമത്തെ മത്സരം പക്ഷേ കടുക്കും. ജൂൺ 27 പുലർച്ചെ 5:30 ഉറുഗ്വായുമായിട്ട് സ്പെയിന് കളിക്കും. ഏതായാലും സ്പെയിൻ ഇതാ ഗംഭീര വിജയത്തോടുകൂടി വേൾഡ് കപ്പിനെത്തുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.